+2 എത്ര വലിയ ടോപ്പറിന്റെയും ഫുൾ A+ തൊലയ്ക്കുന്ന ഈ വലിയ മിസ്റ്റേക്സ് നീ ഇപ്പൊ തന്നെ മാറ്റിയില്ലെങ്കിൽ നീ എത്ര നേരം ഇരുന്ന് പഠിച്ചാലും എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും ഫുൾ A+ കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാ. പാടുള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്ക് A+ കിട്ടത്തില്ല. ഓരോന്നും കറക്റ്റ് സയന്റിഫിക് പ്രൂഫ്സ് ആയിരുന്നു കാണിച്ചു തരാം. പക്ഷെ ഒന്നും മനസ്സ് വിചാരിച്ചാൽ നേരെ തിരിച്ചു നടക്കും. ഏത് മണ്ടനും ചെയ്യാവുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. തൊട്ടടുത്ത ദിവസം തന്നെ വലിയ ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റും. പരീക്ഷയുടെ മാർക്സിൽ അത് നടന്നില്ലെങ്കിൽ കമന്റിൽ അപ്പം എന്തറിയിട്ടോ ഫസ്റ്റ് ഈവിൽ ട്രൂത്ത്. ഏതൊരു ബാഡ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് 1.5 to 2 മണിക്കൂർ ഫുൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡിങ് പ്രോസസ്സും രീതി എല്ലാം എടുത്ത് പള്ളേ കളയേണ്ട സമയം കഴിഞ്ഞു. ചെയ്തില്ലെങ്കിൽ ഫുൾ A+ കിട്ടുന്നത് ഇൻസെന്റ് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇത് മിക്ക സ്റ്റുഡൻസും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എടുക്കണോ റെസ്റ്റ് എടുക്കാനോ ബ്രേക്ക് എടുക്കാനോ നിങ്ങൾക്ക് അറിയില്ല. ഇത് നിങ്ങളുടെ ഫോക്കസിനെയും മെമ്മറിയെയും മാർക്സിനെയും എല്ലാം ഡെയിലി കൊന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇതെല്ലാം എങ്ങനെ ചെയ്ത് ഒരു മെഷീൻ പഠിക്കുന്ന പോലെ പഠിച്ച് A+ പോലും പോകാതെ എങ്ങനെ നോക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഒരു മടുപ്പ് പോലും ഇല്ലാതെ. ആ ദിവസം ഞാൻ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ ദിവസം മൊത്തം പഠിച്ചു മടുത്തു. ഇനിയും പഠിക്കാനുണ്ട്. ഒത്തിരി പഠിച്ചു കഴിയുമ്പോൾ നെഞ്ചിലൊക്കെ ഒരു വിഷമം വരത്തില്ലേ, അത്ര മടുത്തു ഞാൻ. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നിട്ട് ഞാൻ യൂട്യൂബ് തുറന്ന് NSDR 20 minutes by ആൻഡ്രൂ ഹ്യൂബർമാൻ എന്നടിച്ചു കൊടുത്തു. എന്നിട്ട് ആ വീഡിയോ ചുമ്മാ കേട്ടോണ്ട് കണ്ണടച്ച് ഞാൻ കിടന്നു ഒരു 20 മിനിറ്റ്. ഈ 20 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേക്കുമ്പോണ്ടല്ലോ ഇത്രയും നേരം പഠിച്ച് നിങ്ങൾ എത്ര മടുപ്പാണേലും അതൊക്കെ റീസെറ്റ് ബട്ടൺ ഞെക്കിയ പോലെ മൊത്തം പോകും, ഫുൾ റിഫ്രഷ് ആവും. ഈ ഫീൽഡിലെ ഏറ്റവും വലിയ സയന്റിസ്റ്റായ ആൻഡ്രൂ ഹ്യൂബർമാൻ ശക്തമായ കുറെ തെളിവുകളോടുകൂടി പിന്നെ തെളിയിച്ച കാര്യമാണിത്. പക്ഷേ ചിലർക്ക് ഇതങ്ങോട്ട് പൊരുത്തപ്പെടത്തില്ല. ഇത് ഭയങ്കര എഫക്റ്റീവാന്ന് അറിയാം, എന്നാലും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിനാ അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാത്തുള്ളൂ. ചെയ്ത് നോക്കാം. അപ്പോൾ അതിനെന്നാ വേണ്ടേ, നിങ്ങൾക്ക് NSDR ചെയ്യുന്ന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യം ചെയ്തേ പറ്റൂ. രണ്ടും ഒരേപോലെ എഫക്റ്റീവാണ്. 15 മിനിറ്റ് ടൈമർ വെക്കുക. ഒന്നെങ്കിൽ എവിടെയെങ്കിലും കിടക്കാൻ പറ്റുമെങ്കിൽ കിടക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും റിലാക്സ് ആയിട്ട് ഇരിക്കുക. എന്നിട്ട് കറക്റ്റ് ഈ പറയുന്നതോട് തന്നെ ചെയ്യണേ. 3 സെക്കൻഡ് ഇൻഹേൽ, അത് കഴിഞ്ഞ് 2 സെക്കൻഡ് ഹോൾഡ് പിടിച്ചെടുത്തേങ്ങനെ അത് കഴിഞ്ഞ് 10 സെക്കൻഡ് എക്സേൽ. ഇങ്ങനെ ശ്വാസം വിട്ട് തിരിച്ച് ഇതുപോലെ 9 പ്രാവശ്യം ചെയ്യണം. 9 പ്രാവശ്യം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ റീസെറ്റ് ആയിക്കോളും മൈൻഡും ബോഡിയും എല്ലാം. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഉഴപ്പിയാൽ പോലും ഈസി ആയിട്ട് കുറഞ്ഞ ടൈമിൽ ഉറപ്പായിട്ടും +2 ഈ ഓണം എക്സാമിന് 30% എങ്കിലും മിനിമം നിങ്ങളുടെ മാർക്ക് കൂടി ഇല്ലെങ്കിൽ നിങ്ങൾ തന്ന പൈസ മൊത്തം റിട്ടേൺ അപ്പൊ തന്നെ പറയുന്ന അക്കൗണ്ടിലോട്ട്. ഒരാഴ്ചയിൽ 5 പേർക്ക് മാത്രം അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനുമായിട്ടുള്ള കോള് വേഗം ബുക്ക് ചെയ്യുക. മണി ഗ്യാരണ്ടി ആദ്യത്തെ 100 കസ്റ്റമേഴ്സിന് മാത്രമേ ഉള്ളൂ. പറയാൻ പോകുന്ന മെയിൻ സിസ്റ്റമാണ് ഇതിൽ ഏറ്റവും വലിയ എഫക്റ്റ് വരുത്താൻ പോകുന്നത്. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്തതിന് ഒരു ബലം ഇല്ലാതാകും. 2 പ്രോട്ടോകോൾ മാത്രമേ ഉള്ളൂ. ഇത് അതേപടി അങ്ങ് ഫോളോ ചെയ്താൽ മതി. ഫസ്റ്റ് പ്രോട്ടോകോൾ ശ്രദ്ധിച്ചേക്ക്. 7-8 മണിക്കൂർ നിർബന്ധമായി എന്നും രാത്രി ഉറങ്ങണം. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഉടനെ തന്നെ 30 മിനിറ്റ് വർക്ക് നിങ്ങൾ ചെയ്യണം. സംഭവം ഏറ്റവും ക്രൂഷ്യലാണ് നിങ്ങളുടെ A+ ജേണിക്ക്. എന്തുകൊണ്ടാണ് നിങ്ങൾ ChatGPTയോടും ചോദിച്ചു നോക്കുക, അപ്പോൾ മനസ്സിലാവും. എഴുന്നേറ്റ് ഒട്ടനെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് 30 മിനിറ്റ്. അത് കഴിഞ്ഞ് എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കുറച്ചെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കോഫി എങ്കിലും കുടിച്ചിരിക്കണം. ഇത് നിങ്ങളുടെ ഫോക്കസിനെ കോൺസെൻട്രേഷനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഉച്ച വരെ ടയർഡ് ആകത്തില്ല. ശരി, ഉച്ച വരെ പഠിച്ചു, ഇനി മടുത്തു. നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മാക്സിമം 15 to 25 മിനിറ്റ് പവർ നാപ്പ് എടുക്കുക. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞ് ഒട്ടനെ ഒരു ലൈറ്റ് കോഫി മിനിമം. ആ ദിവസത്തേക്കുള്ള ഫൈനൽ മാരത്തോൺ ബൂസ്റ്റിന് വേണ്ടി 3 മണി കഴിഞ്ഞ് കോഫി കുടിക്കാനേ പാടില്ല. രാത്രി നിങ്ങൾ ഉറക്കം മൊത്തം ചീറ്റിപ്പോകും. ഇനിയാണ് ലാസ്റ്റത്തെ നിങ്ങൾ 100% സ്കിപ്പ് ചെയ്യാൻ പാടേ ഇല്ലാത്ത പ്രോട്ടോകോൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, ചിന്തിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തിന്ന് വയറ് മൊത്തം നിറഞ്ഞിരിക്കുക. എന്നിട്ട് നിങ്ങൾ പറയാം, പോയി 1 കിലോമീറ്റർ ഓടിയിട്ട് തിരിച്ചു വാ, എന്നാലേ നിനക്ക് എക്സ്ട്രാ ഉള്ള പാവയ്ക്കാത്തോരൻ തരത്തുള്ളത്. എന്താ മണ്ടത്തരം അല്ലേ? പാവയ്ക്കത്തോരൻ ആർക്ക് വേണം? വയറ് നിറഞ്ഞിരിക്കുമല്ലേ? അതും ഇനി 1 കിലോമീറ്റർ ഓടിയിട്ടും കൂടെ വരണം. പഠനത്തെക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയ എന്തും, അതായത് ഹൈ ഡോപ്പമൈൻ ആക്ടിവിറ്റീസ് ആയ സ്ക്രോളിംഗ്, സോഷ്യൽ മീഡിയ, ഗെയിം, എന്തായാലും നിങ്ങൾ ചെയ്താൽ പഠനം തരുന്ന ചെറിയ ഡോപ്പമൈൻ ഹിറ്റ് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തരത്തില്ല. എന്ന് പറഞ്ഞാൽ പഠിക്കാൻ മനസ്സ് വരത്തില്ല എന്ന്. പക്ഷേ ഇതിൽ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം കൂടുണ്ട്. ഇത് നേരെ റിവേഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ പഠിക്കുമ്പോൾ പാട്ട് കേട്ട് പഠിക്കുന്നത്, സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് പഠിക്കുന്നത്, നല്ല ക്ലീൻ ടേബിളിലും നല്ല സുഖമുള്ള ചെയറിലും ഇരുന്ന് പഠിക്കുന്നത്, ഇതെല്ലാം പഠിത്തത്തിന്റെ മോട്ടിവേഷനെ ഇൻക്രീസ് ചെയ്യും. എപ്പോ നിങ്ങൾ ഈ കച്ചറ ഹൈ ഡോപ്പമൈൻ ആക്ടിവിറ്റീസ് ആയ സ്ക്രോളിങ്, ഗെയിം, അത് ഇത് ചെയ്തില്ലെങ്കിൽ. ഇനി എങ്ങനെ ഡിസ്ട്രാക്ഷൻസും അഡിക്ഷൻസും എല്ലാവർക്കും ഈസി ആയിട്ട് എങ്ങനെ മാറ്റാൻ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇനി നെക്സ്റ്റ് ഈവിൽ ട്രൂത്ത്. നിങ്ങൾക്ക് ഏറ്റവും പാടായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഇല്ലേ, അതൊന്ന് ചിന്തിച്ചു നോക്കി. ഒന്നല്ലെങ്കിൽ മാക്സിമം 2. അതിലാണ് മിക്ക ആൾക്കാരും A+ കൊണ്ട് തുലയ്ക്കാൻ പോകുന്നത്. എന്തുകൊണ്ട്? ഇനി പറയാൻ പോകുന്ന ഒറ്റ കാരണം മാത്രം കൊണ്ടാണ്. ശ്രദ്ധിച്ചേക്കണേ.
ഞാൻ ഓർഗാനിക് കെമിസ്ട്രി +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഒന്നും മനസ്സിലാവുന്നില്ല. ടീച്ചർമാർ അവരൊക്കെ പറയുന്നു, ഇതിന്റെ പേര് ഇങ്ങനെയാണ്, ഈ ഇക്വേഷൻ ഇങ്ങനെയാണ് ഫോർമുല വരുന്നത്, ഇതെല്ലാം. എന്നിട്ട് അവർ ചോദിക്കുന്നു പണ്ടേ പഠിച്ചതല്ലേ എന്ന്. എനിക്കൊരു പുണ്ണാക്ക് ഓർമ്മയില്ല. കാരണം 10ലും +1ലും പഠിക്കുമ്പോൾ കൊറോണയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ബേസ് പോലും ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഡിമോട്ടിവേറ്റ് ആയി തോറ്റു. എന്ന് പറഞ്ഞാൽ ഫുൾ A+ എനിക്ക് കിട്ടത്തില്ല, അങ്ങനായി. പക്ഷേ എനിക്കുണ്ടല്ലോ, എൻ്റെ നാട്ടിലെ ഹേറ്റേഴ്സിനെ എല്ലാവരെയും എനിക്ക് ഫുൾ A+ മേടിച്ച് കാണിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ എനിക്ക് കെമിസ്ട്രിയിൽ A+ മേടിച്ച് തന്ന ഈ ഒറ്റ ടെക്നിക്കാണ്, പുല്ലുപറി ടെക്നിക്ക്. ഇത് കേൾക്കുമ്പോൾ ചിരി തോന്നും, പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഒരു ബേസ് പോലും ഇല്ലാത്ത എത്ര പാടുള്ള വിഷയത്തിലും നിങ്ങൾക്ക് A+ മേടിക്കാം. ഇതെങ്ങനെ ചെയ്യണ്ടേ ശ്രദ്ധിക്കുക. കാട്ട് വഴി കൂടെ നിങ്ങൾ പോവാന്ന് വിചാരിച്ചു. അവിടെ പുല്ലും കമ്പും മരക്കമ്പും എല്ലാം നിങ്ങൾ വെട്ടി. ഒന്നാമത്തെ പ്രാവശ്യം പോകുമ്പോൾ ഭയങ്കര പാടായിരിക്കും. നിങ്ങൾ വെട്ടി എങ്ങനെയൊക്കെ പോകും. രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോൾ കുറച്ച് നിങ്ങൾ ഓൾറെഡി വെട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ച് തെളിഞ്ഞായിരിക്കുന്നത്, അപ്പോൾ കുറച്ച് വെട്ടിയിട്ട് പോയാൽ മതി. മൂന്നാമത്തെ പ്രാവശ്യം ഭയങ്കര ഈസി ആവും. അപ്പോൾ വഴി ക്ലിയർ ആവും. ഇതെല്ലാവർക്കും അറിയാമല്ലോ. പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പുല്ലും കമ്പും ഒക്കെ ഉള്ള കാറ്റ് വഴിയാ. ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. ഫസ്റ്റ് പ്രാവശ്യം പോകുമ്പോൾ ഭയങ്കര പാടായിരിക്കും എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, എന്നെ ഇവിടെ തന്നെ സ്റ്റക്കായിട്ടിരുന്നോളാം എന്ന് നിങ്ങൾ പറയും. അങ്ങനെയാണ് ഈ വഴിയുടെ നിങ്ങൾക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ ഏതൊരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ബേസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്താണോ അറിയാത്തത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങൾ ChatGPT ചോദിക്കണം, ഇവിടുന്ന് ഈ -sin വന്നേ, ഇത് എവിടുന്ന് sin θ വന്നേ, ഇതെന്താ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയേ, ഇതെന്താ ഇങ്ങനെ വന്നേ. അപ്പോൾ ChatGPT ഓരോ കുഞ്ഞു കൊച്ചിന് പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലാതെ നിങ്ങൾ 2 മാസത്തെ ബ്രിഡ്ജ് കോഴ്സോ ബേസ് കോഴ്സോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഭയങ്കര പാടായിട്ട് തോന്നുന്നവർക്ക് ഞാനൊരു പ്രോ ടിപ്പ് തരാം. ഫസ്റ്റ് പ്രാവശ്യം വെട്ടിത്തെളിച്ച് പോകുമ്പോഴാണല്ലോ ഭയങ്കര പാട്. അപ്പം ബേസ് ഇല്ലാത്ത പാടുള്ള ഒരു സബ്ജക്റ്റ് ഫസ്റ്റ് പ്രാവശ്യം നിങ്ങൾ വെട്ടിത്തെളിച്ച് പോകുമ്പോൾ ബ്രെയിൻ ഓഫ് ആക്കുക. ഒന്നും ചിന്തിക്കല്ലേ, ഇത് പാടാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അറിയത്തില്ല, ബേസ് ഇല്ല, ഇങ്ങനെ ഒരക്ഷരം വായിന്നോ മനസ്സിലോ പറഞ്ഞേക്കല്ലേ. എങ്ങനെയാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതുവരെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് അതൊന്ന് പഠിച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുല്ല് വെട്ടി അതേ എക്സാമ്പിൾ പോലെ തന്നെയാണ്. ബേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കാണത്തില്ല. ഇനിയാണ് മെയിൻ ലാസ്റ്റ് പോയിന്റ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തൊക്കെ ചെയ്ത് പഠിച്ചിട്ടും ആ ഫുൾ A+ മാർക്ക് ലെവലിലേക്ക് ഒരു പരീക്ഷയെ പോലും നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത എന്താണെന്നറിയാവും? നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാർ സ്കൂളിലെ പരീക്ഷ ഇടുമല്ലോ, മിഡ് ടേം അങ്ങനെയുള്ളതൊക്കെ. അതിനൊക്കെ അവരെങ്ങനെ മാർക്ക് ഇടുന്നത്? +2 ഫൈനൽ ബോർഡ് എക്സാമിൽ പേപ്പർ എങ്ങനെയാണോ ചെക്ക് ചെയ്യുന്നത് അതേ മോഡലിൽ തന്നെ നിങ്ങൾ +2 ഫൈനൽ ബോർഡ് എക്സാമിൽ പേപ്പർ ചെക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു ഒഫീഷ്യൽ ആൻസർ കീ കിട്ടും. നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ ഏതൊക്കെ വാക്കുകൾ എഴുതിയാൽ മാത്രമേ മാർക്ക് കൊടുക്കാവുള്ളൂ. പിന്നെ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, എന്തിനൊക്കെ മാർക്ക് കൊടുക്കരുത് എന്ന് പോലും ചില ക്വസ്റ്റ്യൻസിന് വേണ്ടി പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാലും എത്ര പഠിച്ചാലും എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും ഒഫീഷ്യൽ ആൻസർ കീ പറയുന്ന പോലെ അല്ല നിങ്ങളുടെ പേപ്പറെങ്കിൽ ഇത്രയും ചെയ്ത് മൊത്തം വേസ്റ്റാണ്. അപ്പോൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു നോക്കുക. അറിയാവുന്നവരൊന്ന് കമന്റിൽ വിട്ടേ. ഫൈനൽ ഈവിൽ ട്രൂത്ത്. നിങ്ങൾ +2 ഏറ്റവും ആദ്യം വിട്ട മിഡ് ടേം എക്സാമിലോ ഏതെങ്കിലും ഒരു ചെറിയ ടെസ്റ്റിലോ മാർക്ക് കുറഞ്ഞു ഒരു സബ്ജക്റ്റിൽ, അത് കഴിഞ്ഞ് വന്നിട്ടുള്ള എല്ലാ എക്സാമിലും എന്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും അതേ ലെവലിൽ നിന്ന് ആ സബ്ജക്റ്റിലെ മാർക്ക് നിങ്ങൾക്ക് ഉയർത്താൻ പറ്റുന്നില്ല. ഏറ്റവും മിസ്റ്റേക്ക് കാരണമാണ് ഫുൾ A+ 100% കിട്ടാൻ ചാൻസ് ഉള്ള പിള്ളേർക്ക് പോലും അത് നഷ്ടമാകുന്നത്. ഈ വീഡിയോ ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിർബന്ധമായിട്ടും ഓരോ പരീക്ഷ കഴിയുമ്പോഴും എവിടെയാ മാർക്ക് പോയെന്ന് നോക്കി ആ തെറ്റ് അടുത്ത എക്സാമിൽ വരുത്താതിരിക്കാനുള്ള എല്ലാ പരിപാടിയും നിങ്ങൾ ചെയ്യണം. ഓൾറെഡി നിങ്ങൾക്ക് കുറേ തെറ്റ് സംഭവിക്കാൻ പോവാ എക്സാമിൽ. അറിയാതെ തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കണ്ടുപിടിച്ച് മാറ്റാൻ പറ്റുന്ന തെറ്റ് ചെയ്യുന്നതിൽ എന്തൊരു അർത്ഥമുണ്ട്? 100% മാറ്റണം. ഇത്രയും നേരം ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഇല്ലേ, അതൊന്നും ഒന്നുമല്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എങ്ങനെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ നോക്ക്. വേറെ എന്ത് ചെയ്തില്ലെങ്കിലും ഇത് ചെയ്താൽ മതി. Never blame anyone for anything that happens in your life. Every mistake is yours. നിന്റെ ലൈഫിൽ എന്ത് മിസ്റ്റേക്കോ എന്ത് ചീത്തക്കാര്യം നടന്നാലും അതിന്റെ കാരണം നീ അല്ല എങ്കിൽ പോലും വേറെ എന്തെങ്കിലും കാരണമാണെങ്കിൽ പോലും അതിന്റെ ഫുൾ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം. എന്തിനാ? ഇത് ഞാൻ കാരണമാണ് ഉണ്ടായത്, ഇത് മറികടക്കാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് ലൈഫിൽ മുന്നേറാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ലൈഫിൽ എവിടെയാണോ കിടക്കുന്നത് അവിടെ നിന്ന് താഴോട്ട് പോകുക എന്നല്ലാതെ ഒരു മുന്നേറ്റം കാണത്തില്ല. വെട്രി നമതേ. കീപ് മൂവിങ് ഫോർവേഡ്.